അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് വള്ളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടോ. ഇതാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ വള്ളിക്കടവാണ്. ആ കാണുന്ന ടൗൺ വള്ളിക്കടവാണ്. വള്ളിക്കടവ് നിന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊന്നക്കാടിന് പോകും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ പയ്യന്നൂർ വേണേൽ പയ്യന്നൂർ, ചെറുപുഴ വേണേൽ ചെറുപുഴയിലോട്ടൊക്കെ പോകാനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് മാലോത്തിന് പോണ റോഡാണ് കേട്ടോ. മാലോത്തിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് മാലോത്തിനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഇല്ല, തികച്ചില്ല. പിന്നെ നമുക്ക് അടുത്ത് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 100-200 മീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂള്, പള്ളി എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഒരു 600 മീറ്ററിൻ്റെ ഉള്ളിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സ്ഥലം വരുന്നത്, പ്ലോട്ട് വരുന്നത് ഇതാണ്. ഇവിടെയാണ് പ്ലോട്ട് വരുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടേ കാണിച്ചു തരാം. ബാ, കണ്ടില്ല നിങ്ങൾ, മെക്കാടൻ ടാറിങ് റബ്ബറൈസ്ഡ് റോഡിനോട് ചാരിയിട്ട് ഒരു 10 മീറ്റർ നടന്നാൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും. ഇതിൻ്റെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസാണ്. വില്ലേജ് ഓഫീസിൻ്റെ സൈഡിലുള്ള പ്ലോട്ടാണ്. കണ്ടില്ല നിങ്ങൾ, വലിയ വണ്ടികളൊക്കെ വരാൻ പാകത്തിനുള്ള വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് എത്തും. പഞ്ചായത്ത് റോഡാണ് ഇട്ടത്. ഇതിപ്പം ഇതിൻ്റെ ഓണറെ, ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണറെ അവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ്. അതിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലോട്ട് വരുന്നത് അവിടെയാണ്. കാണിച്ചു തരാം. ബാ, ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ അതിര്. ഇതാണ്, ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ, പിള്ളേരൊക്കെ സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ജസ്റ്റ് 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്കൂളുണ്ട്. നടക്കാനുള്ള ദൂരത്തിൽ പള്ളിയൊക്കെ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നടക്കാനുള്ള ദൂരത്തിൽ പള്ളിയുണ്ട്. പിന്നെ അതാണ്, ഇത് ഈ കാണുന്നത് വില്ലേജ് ഓഫീസാണ്. മാലോത്ത് വില്ലേജ് ഓഫീസാണ്. ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇത്രയും, അത് അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരേപോലത്തെ നീളവും വീതിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അങ്ങനെയുള്ള നല്ല അലുവാ കഷ്ണം മുറിച്ച് വെച്ച മാതിരിയുള്ള ഒരൊറ്റ പീസാണ്. 14 സെൻറ്റ് സ്ഥലം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ വേറെ കാര്യമുണ്ട്, വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ്. ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ എക്സ്ട്രാ പൈസ കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഇനി പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളും നമ്മളെ പ്ലോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം വരുന്ന വള്ളിക്കടവിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് വരാൻ 40 കിലോമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്ന് വെറും 55 കിലോമീറ്ററും. പിന്നെ നമുക്ക് നീലേശ്വരത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 38 കിലോമീറ്ററും. ചെറുപുഴ പോകണമെങ്കിൽ നമുക്ക് ചെറുപുഴ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടോട്ട് പോകാൻ 16 കിലോമീറ്ററും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പയ്യന്നൂരിലോട്ട് പോകാൻ 42 കിലോമീറ്ററാണ്. പിന്നെ നമുക്ക് കണ്ണൂർ ടൗണിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു 77 കിലോമീറ്ററും. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 108 കിലോമീറ്ററാണ് ദൂരം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വെള്ളരിക്കുണ്ട് ടൗൺ ഉണ്ട്. വെള്ളരിക്കുണ്ടിലോട്ട് പോകാൻ 9 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള വഴി സൗകര്യത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും സൗകര്യം എന്താ വെച്ചാൽ നടക്കാനുള്ള ദൂരമുള്ളൂ. കണ്ടില്ലെങ്കിൽ ടാറിങ് റോഡിൻ്റെ അടുത്തുനിന്ന് ഇതാണ് നടക്കാനുള്ള, അതായത് മെക്കാടം റോഡിലോട്ട് നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിൽ, ഇനിയിപ്പോൾ ഒരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്യും. നല്ല എല്ലാം കൊണ്ട് സൗകര്യമുള്ള സ്ഥലം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. കാഞ്ഞങ്ങാടിനുണ്ട്, അതുപോലെ തന്നെ പിന്നെ കൊന്നക്കാടിന് ബസ്സുണ്ട്, ചെറുപുഴയ്ക്ക് പോകാൻ ബസ്സുണ്ട്, ഇരിട്ടി പോകാൻ ബസ്സുണ്ട്, അതുപോലെ തന്നെ ചെറുപുഴയ്ക്ക്, പയ്യന്നൂരിൽ, ഇങ്ങനെ ഒരുവിധ എല്ലാ സ്ഥലത്തോട്ടും ഇവിടുന്ന് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കോട്ടയത്തിന് പോകാനാണെങ്കിൽ ഇഷ്ടംപോലെ ബസ് റൂട്ടുകളും ഇഷ്ടംപോലെ ബസ് സർവീസ്, നൈറ്റ് സർവീസൊക്കെ ആയിട്ട് ഒരുപാട് ബസ്സുകളുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു അതിരുകൾ മൊത്തം തിരിച്ചിട്ടേക്കാണ്. എന്താ പറയുക, ഇതേപോലെ ഇത് കെട്ടിയിട്ട് കല്ല് കൊണ്ട് കെട്ടി നല്ല വൃത്തിയാക്കിയിട്ട് അതിരെല്ലാം തിരിച്ച് ബൗണ്ടറി എല്ലാം ക്ലിയർ ആക്കിയിട്ടേക്കുന്ന ഒരു ഭൂമിയാണ്. നമുക്ക് ആ ഒരു അതിര് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വില്ലേജ് ഓഫീസാണ് ആ ഒരു അതിര് വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടില്ല നിങ്ങൾ, നല്ല കിഡിലനൊരു വ്യൂ ഉണ്ടോ. നല്ല എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. മാലോ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൻ്റെ കൂർഗ് എന്നാണ് നമ്മളെ ഈ ഒരു മാലോത്തിനെ അറിയപ്പെടുന്നത് തന്നെ. സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, എന്താ പറയുക, എപ്പോഴും ഒരു തണുത്തൊരു ക്ലൈമറ്റുള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ്. അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. എന്താവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിലും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ, അടുത്തൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നടക്കാനുള്ള ദൂരത്തിൽ ചർച്ചുണ്ട്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, പിന്നെ നിങ്ങൾ കുറച്ച് ഉള്ളേരിയകളിലൊക്കെ 5, 6, 8, 10 ഏക്കർ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിയിട്ട് പിന്നെ ഈ ടൗണിലോട്ട് വന്നിട്ട് ജീവിക്കാൻ, അതായത് ഒരു 10 സെൻറ്റ് സ്ഥലമൊക്കെ എടുത്ത് അതിനകത്ത് ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല കിഡിലം പ്ലോട്ടാണ്. ടൗണും കാര്യങ്ങളും എല്ലാം അടുത്തടുത്തുണ്ട്. പിന്നെ ഈ ഒരു തൊട്ട് ചാരി ഈ കാണുന്ന പ്ലോട്ട് ഇതിൻ്റെ ഓണറുടെ തന്നെയാണ്. ഇവർ തന്നെ സെയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയാണിത്.
അടുത്തൊക്കെ കണ്ടില്ല നിങ്ങൾ ഇഷ്ടം പോലെ വീടുകളും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള കിടിലം പ്ലോട്ടാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്ഥലമൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക വെള്ളത്തിൻ്റെ സൗകര്യമാണ്. വെള്ളം കിട്ടുക എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ഏരിയയിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ. നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലോട്ട് എടുത്തിട്ട് വീടൊക്കെ വെച്ച് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനകത്ത് ഇപ്പോൾ കിണറും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിൽ ഇതാണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ബോർവെല്ലാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവരുടെ ഈ ഓണറുടെ താഴത്തുള്ള പ്ലോട്ടിൽ അവർ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഇത്രയും കാലമായിട്ട് നേരിട്ടിട്ടില്ല. ഇതിൻ്റെ ഓണറുടെ സ്ഥലം. അപ്പോൾ അവരിപ്പോൾ ഇതിനകത്തൊരു വീടൊക്കെ വെക്കാനുള്ള ഭാഗത്തിന് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം കൊണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു വീട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അയൽവാസികളൊക്കെ ആയിട്ട് അടുത്തടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ അപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസാണ്. കുഴൽക്കിണർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിനകത്തുള്ള കുഴൽക്കിണർ. ബോർവെല്ലുണ്ട്, ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ ഇല്ല. കറണ്ടിൻ്റെ കണക്ഷൻ അവരിപ്പോൾ നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നിട്ടോ, നമ്മൾ ആ ഒരു പ്ലോട്ടിൽ ഒരു 2 തെങ്ങുണ്ട്, അതുപോലെ തന്നെ ഒരു തേക്കുണ്ട്. പിന്നെ ഇടുവാ ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് ആണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള വ്യൂ കണ്ടില്ല നിങ്ങൾ, നല്ല കിട്ടില്ലം വ്യൂ ആണ് കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, കിടുക്കാച്ചി വ്യൂ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മാലോത്തുനിന്ന് വെറും 1 കിലോമീറ്ററും അതുപോലെ തന്നെ വള്ളിക്കടവ് ടൗണിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. നമുക്ക് അടുത്ത് വെള്ളരിക്കുണ്ടിന് പോകണമെങ്കിൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓണർ നമ്പർ കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മലയിലൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടൊക്കെ വെച്ച് താമസിക്കാൻ, ടൗണിലൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല കിടിലനൊരു പ്ലോട്ടാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഇതേപോലെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടായിട്ട് വീണ്ടും കാണാം. ബൈ.